വണ്ടിയിൽ ഇന്ന് വരെ ആരും കേരളത്തിൽ പരീക്ഷിക്കാത്ത ഒരു അടിപൊളി പരീക്ഷണമാണ് ഞങ്ങൾ നടത്തിയത്. എന്റെ സെന്നിൽ ഇത്രയും കൂളിങ് എ സിക്ക് ഞാൻ ജീവിതത്തിൽ പ്രതീക്ഷയില്ല കിട്ടുമെന്ന്. എന്റെ പൊന്നിന് നവാസിക്ക നിങ്ങൾ കൊല്ലുവോ മനുഷ്യനെ? നോക്കിക്കേ, ഒരു സെന്നിന്റെ അകത്ത് ടെമ്പറേച്ചർ താന്നിരിക്കുന്നു നോക്കിക്കേ, 7.5. അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ പുറകിലായിട്ട് നമ്മുടെ സെന്ന് ആറ്റം കിടപ്പുണ്ട്. അപ്പൊ ഈ ഒരു സെന്ന് ഉപയോഗിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, നമ്മുടെ സെന്നിന് കൂളിംഗ് കുറവാണ് എ സിക്ക്. എന്ന് വെച്ചാൽ വണ്ടി ഓടുമ്പോൾ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ആയിരിക്കും. നമ്മൾ എവിടെയെങ്കിലും വണ്ടി നിർത്തി കഴിഞ്ഞാൽ, ട്രാഫിക് ബ്ലോക്കിൽ വണ്ടി ഒന്ന് ഒതുക്കി കഴിഞ്ഞാൽ അപ്പോഴത്തേക്ക് നമ്മുടെ എ സിയുടെ കൂളിംഗ് പോകും. നമസ്കാരം. യെസ് അല്ലേ? സത്യമല്ലേ? അതെ. നമ്മുടെ വണ്ടിയുടെ എ സി മൊത്തത്തിൽ മാറിയതാണ്. മൊത്തത്തിൽ മാറി നമ്മുടെ പുതിയ യൂണിറ്റ് ആണ് വെച്ചിരിക്കുന്നത്, പുതിയ സിസ്റ്റമാണ് വണ്ടിയിൽ വെച്ചിരിക്കുന്നത്. പക്ഷേ നമുക്ക് പ്രതീക്ഷിക്കുന്ന കൂളിംഗ് കിട്ടുന്നില്ല. അപ്പോൾ നവാസിക്ക എൻ്റെ അടുത്ത് ആ സിസ്റ്റം കയറ്റിയ സമയം തൊട്ട് പറഞ്ഞാണ് നമുക്ക് ഇതിന്റെ കൂളിംഗ് കോയിലൊക്കെ ഒന്ന് മാറി ഒന്ന് ഓൾട്രേഷൻ ഒക്കെ ചെയ്ത് വേറൊരു രീതിയിലാക്കാന്ന്. അപ്പോൾ ഞാൻ ഓർത്തു എന്തായാലും വണ്ടിയുടെ കൂളിംഗ് ഇപ്പൊ പണിയായി, കുറഞ്ഞു കൂളിംഗ്. അപ്പോൾ ഓർത്തു എന്തായാലും നമുക്ക് അങ്ങോട്ട് പണിതേക്കാം. അല്ല നവാസിക്ക? ഇത് കണ്ടോ, ഇത് നമ്മുടെ വണ്ടിയിൽ ഇരുന്ന കൂളിംഗ് കോയിലാണ് കേട്ടോ. ഇത് നമ്മുടെ സുബ്രോസിന്റെ ഒറിജിനൽ കൂളിംഗ് കോയിലാണ്. അപ്പോൾ അതായത് നിങ്ങൾ ഈ കണ്ടോണ്ടിരിക്കുന്നതാണ് നമ്മുടെ സെന്നിന്റെ കൂളിംഗ് കോയിലിന്റെ ബോക്സ് അല്ലേ? ഒരു വണ്ടിയുടെ കൂളിംഗ് കോയിൽ സെറ്റ് ആക്കിയിട്ടുണ്ട്. അത് പേരൊക്കെ വിളിച്ച് കളഞ്ഞേക്കാം അല്ലേ? അത് നമ്മുടെ ടോപ്പ് സീക്രട്ട് സാധനമാണ്. ഇങ്ങോട്ടോ കാണിച്ചു തരാം. ഇത് കണ്ടോ, അതെ നമ്മുടെ ഈ ഒരു ബോക്സിന്റെ ഉള്ളിൽ ഒരു വണ്ടിയുടെ കൂളിംഗ് കോയിൽ നമ്മൾ സെറ്റാക്കി വെച്ചിട്ട് നമ്മുടെ പഴയ കൂളിംഗ് കോയിലിന്റെ ഇത് കണ്ടോ, അതെ പഴയ കൂളിംഗ് കോയിലിന്റെ മൗത്ത് കട്ട് ചെയ്തിട്ട് നമ്മളിതേ ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇത് കണ്ടോ, അതെ ഇവിടെ നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇത് നമ്മൾ വെൽഡ് ചെയ്യണം കേട്ടോ. അതായത് ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കിയതാണ്, സംഭവം സക്സസ് ആണ്. ഇനി നമുക്കിതൊന്ന് വെൽഡ് ചെയ്ത് സെറ്റാക്കി എടുത്തു കഴിഞ്ഞാൽ അടിപൊളിയാവും. അല്ല നവാസിക്ക? അപ്പൊ നമ്മൾ ഏത് വണ്ടിയുടെ ഒന്നും പറയണ്ട, സക്സസ് ആയിട്ടാണ് പറയാം. അപ്പോൾ ഇപ്പൊ നിങ്ങളൊന്ന് കാണിച്ചു തരാം. കാരണം വെച്ചാൽ ഇപ്പൊ എ സി സെന്ന് ഉപയോഗിക്കുന്ന ഒരുപാട് പേരാണ്. സെന്ന് 800 കോളിസ് ഇതൊന്നും സ്ക്രാപ്പിൽ പൊളിക്കാനില്ല. കാരണം സെന്ന് അത്രയും ഉപയോഗിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് MBFI വണ്ടി. അപ്പം സെന്നിന്റെ കൂളിംഗ് നമുക്ക് കൂട്ടാൻ സാധിക്കുന്ന ഒരു ഓപ്ഷനാണ് ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോണത് ഈ വീഡിയോയിലൂടെ. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും. സെന്നുള്ള ഒരു ചങ്കിലേക്ക് ഇപ്പൊ തന്നെ വീഡിയോ ഷെയർ ചെയ്തോ, എ സിയുടെ കൂളിംഗ് കൂട്ടാൻ നവാസിക്ക ഹെൽപ്പ് ചെയ്യുമെന്ന് പറയും അല്ലേ? അപ്പൊ നമ്മൾ സക്സസ് ആയി കഴിഞ്ഞാൽ നവാസിക്കയുടെ വർക്ക്ഷോപ്പിൽ നമ്മൾ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിക്ക് തന്നെ സെന്നുള്ളവർക്ക് ഉപകാരപ്പെടും. ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വണ്ടിയിൽ ചില്ലായിരിക്കും, പുത്തൻ വണ്ടിയിൽ എ സി കണക്കിരിക്കും. അത്രയും നമുക്ക് കൂളിംഗ് കിട്ടുന്ന ഒരു പരിപാടിയാണ് ചെയ്യാൻ പോണത്. അപ്പോൾ നമ്മൾ സക്സസ് ആയി കഴിഞ്ഞാൽ നമ്മൾ ചെയ്തു കൊടുക്കും, അത്രേ ഉള്ളൂ. നമ്മളിപ്പോൾ എറണാകുളത്തേക്ക് കേട്ടോ, നമ്മുടെ കൂളിംഗ് കോയിലുമായിട്ട് എറണാകുളത്ത് വന്നതാണ് കേട്ടോ. നമ്മുടെ എറണാകുളത്ത് തന്നെ നമ്മുടെ പേട്ട മെട്രോ സ്റ്റേഷൻ്റെ തൊട്ട് താഴെയാട്ടോ കേട്ടോ ഈ അലൂമിനിയം വെൽഡിങ്ങിൻ്റെ ഷോപ്പ് വരുന്നത്. അപ്പോൾ എ സിക്കൊക്കെ ലീക്കൊക്കെ കൊണ്ട് ഇവിടെ കൊണ്ട് ചെയ്താൽ പുള്ളി വെൽഡ് ചെയ്ത് തരും. നമ്മുടെ വണ്ടിയുടെ എ സി നമ്മളിത് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ നോക്കിയാൽ 13 ഡിഗ്രിയാണ് നമ്മുടെ 12.9. അങ്ങനെ കുറഞ്ഞ് പൊക്കോണ്ടിരിക്കുകയാണ്. നമ്മൾ വണ്ടിയുടെ എ സി മൊത്തത്തിൽ പണിത് സെറ്റ് ആക്കി എടുത്തിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ ആ ഒരു കൂളിംഗ് കോയിലും കാര്യങ്ങളൊക്കെ നമ്മൾ പുതിയതായിട്ട് ഓൾട്ടർ ചെയ്ത് വെച്ചാൽ കൂളിംഗ് കോയിലും കാര്യങ്ങളും എല്ലാം നമ്മുടെ വണ്ടിയിൽ സെറ്റ് ആക്കിയിട്ടുണ്ട്. എന്റെ പൊന്നിന് നവാസിക്ക നിങ്ങൾ കൊല്ലുവോ മനുഷ്യനെ? നോക്കിക്കേ, ഒരു സെന്നിന്റെ അകത്ത് ടെമ്പറേച്ചർ താന്നിരിക്കുന്നു നോക്കിക്കേ, 7.5. ഇതെന്ത് നോക്കിയാ കേരളത്തിൽ കാണും ഇതേപോലെ സെന്ന്? അതാണ് എന്റെ സെന്നില് ഇത്രയും കൂളിംഗ് എ സിക്ക് ഞാൻ ജീവിതത്തിൽ പ്രതീക്ഷയില്ല കിട്ടുമെന്ന്. അങ്ങനെ നീണ്ട ഒരാഴ്ചത്തെ പരിശ്രമത്തിന് ശേഷം നമ്മുടെ ആറ്റം അങ്ങനെ നമ്മുടെ നവാസിക്കയുടെ സ്മാർട്ട് ടെക്കിൽ ഇറങ്ങുവാണ് അല്ലേ? വണ്ടിയിൽ ഇന്ന് വരെ ആരും കേരളത്തിൽ പരീക്ഷിക്കാത്ത ഒരു അടിപൊളി പരീക്ഷണമാണ് ഞങ്ങൾ നടത്തിയത്. ടെമ്പറേച്ചറൊക്കെ അങ്ങ് ചില്ലെന്ന് പറഞ്ഞാണ് പോകുന്നത്. ഏകദേശം 8 ഡിഗ്രി വരെ നമ്മൾ 8 ഡിഗ്രിയാണ് കട്ട് ഓഫ് ആക്കിയിരിക്കുന്നത്. നമ്മൾ മൈനസിലോട്ട് വരെ ഇടാം, പക്ഷേ മൈനസ് നമ്മൾ ഇട്ടില്ല, കാരണം ഐസ് പിടിക്കുക. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്തില്ല. അപ്പോൾ നവാസിക്ക ഈ നമ്മുടെ വണ്ടിയുടെ കൊണ്ടുവന്ന സമയം തൊട്ട് പറയുന്ന ഒരു കാര്യമാണ്, ഈ ഒരു ഓൾട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ സെന്നിൻ്റെ കൂളിംഗ് വിഷയം മാറും എന്നുള്ള കാര്യമാണ്. സെന്ന് ഉപയോഗിക്കുന്നവർക്ക് എല്ലാം നേരിടുന്ന പ്രശ്നമാണ് ഈ കൂളിംഗ്, ഭയങ്കര പ്രശ്നമാണ്. കാരണം വെച്ചാൽ അതിൻ്റെ ആ ഒരു കംപ്രസറിനൊക്കെ അതിൻ്റെതായ ഒരു രീതിയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കൂളിംഗ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തില്ല. നവാസിക്ക, അപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു ഗംഭീര ഓൾട്രേഷൻ ആണ് അല്ലേ? അതെ. എന്തായാലും വിശദമായിട്ടൊന്ന് പറഞ്ഞു കൊടുക്കാമോ? അതായത് അതിന് പറ്റിയ സൂട്ടബിൾ ആയ നമ്മൾ കൂളിംഗിലൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് സെറ്റാക്കി എടുത്ത്. അപ്പൊ ഏകദേശം ഇപ്പൊ നമുക്ക് ഈ ഒരു രീതിയിലേക്ക് ചെയ്തെടുക്കാനായിട്ട് ഏകദേശം നമുക്കൊരു 10 രൂപ റേഞ്ച് അല്ലേ? 10 രൂപ വെച്ചാൽ നവാസിക്കയുടെ കോസ്റ്റ് എല്ലാം കൂടെ ഏകദേശം ഒരു 10 രൂപ റേഞ്ചാണ് നമുക്ക് കോസ്റ്റ് ആയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സെന്നിന്റെ ഇതേപോലെ തന്നെ നമ്മുടെ ആറ്റം ചെയ്ത കണക്ക് തന്നെ കൂളിംഗ് കൂട്ടാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നേരെ നമ്മുടെ വണ്ടിയായിട്ട് നവാസിക്കയുടെ സ്മാർട്ടൊക്കെ വന്നേച്ചാൽ മതി. നവാസിക്ക അത് സെറ്റാക്കി തരുന്നതായിരിക്കും. നമ്മൾ ചെയ്ത് വിജയിച്ച് കഴിഞ്ഞ ഒരാഴ്ചത്തെ ഞങ്ങളുടെ ഒരു പരിശ്രമമാണ് ഇത്. നവാസിക്ക് ഒരു വണ്ടി കിട്ടിയില്ല ചെയ്യാൻ, നമ്മുടെ വണ്ടി കിട്ടി, നമ്മൾ ചെയ്തു കൊടുത്തു, നവാസിക്ക് കൊടുത്തു. എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു നമ്മൾ സെറ്റാക്കിക്കോളാം എന്ന് പറഞ്ഞു. പക്ഷെ സംഭവം സക്സസ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നവാസിക്കെ കോൺടാക്ട് ചെയ്യാം. സംഭവം കലക്കി. ഓക്കെ. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ കണ്ടിട്ട് വണ്ടി വരും, ചെയ്തു കൊടുക്കണം. തീർച്ചയായും പക്കയാക്കി സെറ്റ് ആക്കി കൊടുക്കും. അപ്പോൾ എന്തായാലും അടുത്തൊരു ഗംഭീരമായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് ഞാൻ എത്തുന്നതായിരിക്കും. അതുവരേക്കും ഇറ്റ്സ് മീ ഗോവിന്ദ് സൈനിങ് ഔട്ട്.